ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻസെമ്പിളിലെ ആദ്യത്തെ എൻസെമ്പിളിനെ കുറിച്ചാണ്. ദാറ്റ് ഈസ് മൈക്രോ കനോണിക്കൽ എൻസെമ്പിൾ. മൈക്രോ കനോണിക്കൽ എൻസെമ്പിൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻസെമ്പിളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, വോളിയം, എനർജി. അതായത് ആ ഒരു സിസ്റ്റത്തിന് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാവും, ഫിക്സ്ഡ് ആയിട്ടുള്ള വോളിയം ഉണ്ടാവും, ഫിക്സ്ഡ് ആയിട്ടുള്ള എനർജി ഉണ്ടാവും എന്നാണ് ഈ ഒരു ടേം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, മീൻ ചെയ്യുന്നത്. അതായത് ഓരോ സിസ്റ്റത്തിൻ്റെയും മാക്രോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, വോളിയം, എനർജി, ഇതിൻ്റെ മെൻ്റൽ കോപ്പീസ് അടങ്ങുന്ന കുറേ സിസ്റ്റത്തിൻ്റെ കളക്ഷനാണെന്ത് മൈക്രോ കനോണിക്കൽ എൻസെമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ. പക്ഷേ നമ്മൾ എനർജിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് എനർജിക്ക് സം ലോസസ് ഉണ്ടാവുന്നുണ്ട്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് സം ലീക്കേജസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനർജി എന്ന് പറഞ്ഞത് അവിടെ ഒരു ഫിക്സ്ഡ് ക്വാണ്ടിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദർ വിൽ ബി ചേഞ്ച് സം ഇൻ്റർവെൽ വാല്യൂ, ദാറ്റ് ഈസ് ഡെൽറ്റ. അപ്പോൾ ഇൻ്റർവെൽ വാല്യൂ എന്ന് പറയുന്നത് E-Δ/2 മുതൽ E+Δ/2 വരെയുള്ള വാല്യൂ ആയിരിക്കാം എന്തുണ്ടാവുക, അതിനൊരു വേരിയേഷൻ ഉണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ഫേസ് സ്പേസിൽ നമ്മൾ ഇതിൻ്റെ ഒരു ട്രാജക്ടറി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്ന ട്രാജക്ടറി എന്ന് പറയുന്നത് ഫേസ് സ്പേസ് ആണ്. സോ ഇവിടെ പൊസിഷൻ കോർഡിനേറ്റും ഇവിടെ മൊമെൻറ്റം കോർഡിനേറ്റാണ് ഉണ്ടാവുക. 3 ഡയമെൻഷണൽ പൊസിഷനും 3 ഡയമെൻഷണൽ മൊമെൻറ്റും കോർഡിനേറ്റ്. അപ്പോൾ ഈ ഒരു എനർജി ചേഞ്ച് ഉള്ളത് കൊണ്ട് തന്നെ ദർ വിൽ ബി ഗെറ്റ് ആൻ ഹൈപ്പർ ഷെൽ. ഒരു ഹൈപ്പർ ഷെല്ലായിരിക്കും അവിടെ നമുക്ക് കിട്ടാം. ഓക്കെ, ഒരു ഹൈപ്പർ ഷെല്ലായിരിക്കും നമുക്ക് അവിടെ കിട്ടുന്ന വാല്യൂ. ഇതിൽ ഈ ഒരു വാല്യൂ ഡിനോട്ട് ചെയ്യുന്നത് E-Δ/2 എന്നുള്ള എനർജിക്കായിരിക്കും. ഇത് ഡിനോട്ട് ചെയ്യുന്നത് E+Δ/2 എന്നുള്ള വാല്യൂവിനായിരിക്കും അതെന്ത് ചെയ്യുക, റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതായത് എനർജി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഹാമിൽട്ടോണിൽ നമുക്ക് അല്ലെങ്കിൽ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞത് നമുക്ക് എങ്ങനെ ഡിസ്കസ് ചെയ്യാം. E-Δ/2 മുതൽ ഇഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു h ഓഫ് ദ ഫംഗ്ഷൻ ഓഫ് QP ദാറ്റ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു E+Δ/2 എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ. ഇനി നമ്മൾ പറഞ്ഞിരുന്നു ഒരു മൈക്രോ കനോണിക്കൽ എൻസെമ്പിളിൻ്റെ കേസിൽ ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ് നമ്മൾ പറഞ്ഞിരുന്നു. ഡെൻസിറ്റി ഫംഗ്ഷൻ റോ ഇസ് എ ഫംഗ്ഷൻ ഓഫ് QPT എന്ന് പറഞ്ഞത് ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞ ഡെൻസിറ്റി ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് പെർ യൂണിറ്റ് വോളിയം, that is number of representative points divided by volume, representative points divided by volume എന്ന രീതിയിലായിരുന്നു നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഡെൻസിറ്റി ഓഫ് ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ വോളിയം എന്ന് പറയുന്നത് ഈ കംപ്ലീറ്റ് ഹൈപ്പർ ഷെല്ല് അല്ലെങ്കിൽ ഹൈപ്പർ സ്ഫിയർ വരില്ല. പകരം നമുക്ക് എനർജി ചേഞ്ച് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഹൈപ്പർ ഷെല്ലായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഹൈപ്പർ ഷെല്ലിൻ്റെ അകത്ത് വരുന്ന റീജിയൻ ആയിരിക്കും ഈ പർട്ടിക്കുലർ വോളിയം എന്ന് പറയുന്നത്. അതായത് ഫേസ് സ്പേസിൽ അലോഡ് റീജിയൻ എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ, അതായത് E-Δ/2 എന്നുള്ള ലെങ്ത്ത് മുതൽ E+Δ/2 എന്ന് പറയുന്ന ലെങ്ത്ത് വരെയുള്ള റീജിയൻ, ഈ ഒരു തിക്നെസ്സിലായിരിക്കും റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് എന്ത് ചെയ്യുന്നത്, പ്ലേസ് ആവുക. അപ്പോൾ ആ റീജിയനിലാണ് നമ്മുടെ ഡെൻസിറ്റി ഓഫ് ഫംഗ്ഷൻ നമ്മൾ കാണുന്നത്. ദാറ്റ് വിൽ ബി എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഡെൻസിറ്റി ഓഫ് ഫംഗ്ഷൻ ഈസ് എ കോൺസ്റ്റൻറ്റ് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഒരു മാത്തമാറ്റിക്കൽ കണ്ടീഷൻ നമ്മൾ എഴുതാണെങ്കിൽ ഇൻ മൈക്രോ കനോണിക്കൽ എൻസെമ്പിൾ റിലേറ്റഡ് ടു ദ ഡെൻസിറ്റി ഫംഗ്ഷൻ നമുക്ക് ഈ രീതിയിൽ എഴുതാൻ പറ്റും. റോ ഇസ് എ ഫംഗ്ഷൻ ഓഫ് QPT ദാറ്റ് വിൽ ബി ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് if E-Δ/2 less than or equal to h is the function of QP is less than or equal to E+Δ/2 and 0 otherwise. 0 എന്ന് പറയാനുള്ള കാരണം ഈ ഒരു റേഞ്ചിൽ മാത്രമാണ് എന്തുണ്ടാവുക, ഡെൻസിറ്റി റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് അലൈൻ ചെയ്യുന്നത്.
ബാക്കി എല്ലാ റീജിയണിലും റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് എന്തായിരിക്കും, ആബ്സെൻ്റ് ആയിരിക്കും. സോ ഈ ഒരു റേഞ്ചിൽ ഇതിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ് നമ്മൾ പറഞ്ഞു. അതർവൈസ് ബാക്കിയുള്ള സ്ഥലത്തെല്ലാം അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ ദ മൈക്രോ കനോണിക്കൽ എൻസംബിൾ റിലേറ്റഡ് ടു ദ ഡെൻസിറ്റി ഫംഗ്ഷൻ. അതായത് ഡെൻസിറ്റി ഫംഗ്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള മൈക്രോ കനോണിക്കലിൻ്റെ മാത്തമാറ്റിക്കൽ കണ്ടീഷനാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ദറ്റ് ഈസ് റോ ക്യൂ പി ടി ഈസ് എ കോൺസ്റ്റൻറ്റ് ഈഫ് E minus delta by 2 less than or equal to H is less than or equal to E plus delta by 2 and 0 in otherwise. ഇനി നമ്മൾ പറഞ്ഞു ഈ ഒരു അലോഡ് റീജിയണിലെ ഈ ഡെൻസിറ്റി ഫംഗ്ഷൻ കോൺസ്റ്റൻ്റ് ആണ് നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഗിവൺ വോളിയത്തിൽ, ഈ ഒരു ഗിവൺ വോളിയം എന്ന് പറഞ്ഞാൽ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം, ഈ ഒരു ഭാഗത്ത് നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞത് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. വോളിയത്തിനനുസരിച്ച് എന്ത് ചെയ്യും, അത് ഡിപ്പെൻഡ് ചെയ്യുന്നൊരു ക്വാണ്ടിറ്റി ആയിട്ട് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. ഏത് നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് എന്ന്, നമ്പർ അല്ല റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത്, ഓർ നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് എങ്ങനെയാണെങ്കിലും നമുക്ക് പറയാം. അപ്പോൾ നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഓർ സിംപ്ലി പ്രൊപ്പോർഷണൽ ടു ദ വോളിയം. എവിടെ, ഇൻ ഗിവൺ വോളിയം. അതായത് അലോഡ് റീജിയനായിട്ടുള്ള ഫേസ് സ്പേസിലെ നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദ വോളിയം എന്നതാണ്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ് നമ്മൾ പറഞ്ഞു. ഡെൻസിറ്റി ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ഡിവൈഡഡ് ബൈ വോളിയം എന്നതാണ്. അപ്പോൾ നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ഡിവൈഡ് ബൈ വോളിയം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഫ്രം ദിസ് നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദ വോളിയം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇനി ഈ അലോഡ് റീജിയനിലുള്ള വോളിയം എന്ന് പറയുന്നത് ഞാൻ ഒമേഗ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണേ, അസൈൻ ചെയ്യാണ്. ലെറ്റ് ഒമേഗ ഈസ് ദ വോളിയം ഓഫ് ദ അലോഡ് റീജിയൻ. ദാറ്റ് ഈസ് ഇ മൈനസ് ഡെൽറ്റ ബൈ 2 മുതൽ ഇ പ്ലസ് ഡെൽറ്റ ബൈ 2 എന്നുള്ള ആ ഒരു റേഞ്ചിലുള്ള അലോഡ് വോളിയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അലോഡ് റീജിയൻ്റെ വോളിയം എന്ന് പറയുന്നത് ഒമേഗ ആയിട്ട് ഞാൻ എന്ത് ചെയ്യണേ, കൺസിഡർ ചെയ്യാണ്. അതുപോലെ ഈ ഒരു സ്റ്റേജിലുള്ള നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ഓർ ഗാമ, അല്ലെങ്കിൽ നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ് എന്ന് പറയാം, അതിന് ഞാൻ എന്ത് ചെയ്യുന്നു, ഗാമ വെച്ചിട്ട് എന്ത് ചെയ്യും, റെപ്രസെൻ്റ് ചെയ്യാണ്. അപ്പോൾ ലെറ്റ് നമ്പർ ഒമേഗ ഇസ് ദ വോളിയം ഓഫ് ദ അലോഡ് റീജിയൻ ആൻഡ് ഗാമ ഇസ് ദ നമ്പർ ഓഫ് ദ micro state. And omega 0 is the volume of the 1 microstate. അതായത് ടോട്ടൽ വോളിയം, അതായത് ഈ ഒരു റീജിയൻ്റെ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് ഒമേഗ, അതിൽ ഗാമ എന്ന് പറയുന്ന നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് ഉണ്ട്. ഇനി ഒമേഗ 0 എന്ന് പറയുന്നത് ഒരു മൈക്രോസ്റ്റേറ്റിൻ്റെ വോളിയം ആണെങ്കിൽ, സോ വി ക്യാൻ റിട്ടൺ ആസ് ഗാമ ഈക്വൽ ടു ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ 0 എന്നത് നമുക്ക് എഴുതാൻ പറ്റും. ദാറ്റ് മീൻസ് ടോട്ടൽ വോളിയത്തിനെ ഒരു മൈക്രോസ്റ്റേറ്റിൻ്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ടോട്ടൽ വോളിയത്തിനെ ഒരു മൈക്രോസ്റ്റേറ്റിൻ്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ വി ഗോട്ട് ദ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് ഇൻ എ അലോഡ് റീജിയൻ. ദെൻ ഗാമ ഈക്വൽ ടു ഒമേഗ ഡിവൈഡ് ബൈ ഒമേഗ 0 ആൻഡ് റീകോൾ ദ ബോൾട്ട്സ്മാൻ റിലേഷൻ എക്സ് ഈസ് ഈക്വൽ ടു കെ എൽ എൻ ഒമേഗ. That is equal to x is equal to k ln omega divided by omega 0. This is the relation for the thermodynamics and statistics. And to find the value of the entropy, using this equation, using this value of entropy, we can determine the remaining properties of the thermodynamic properties like pressure, temperature, energy, or any other, all properties can be measured from this value of entropy. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു കെ എൽ എൻ ഒമേഗ ഡിവൈഡ് ബൈ ഒമേഗ 0 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒമേഗ എന്ന് പറയുന്നത് ടോട്ടൽ വോളിയം ഓഫ് ദ ആക്സസിബിൾ അല്ലെങ്കിൽ അലോഡ് റീജിയൻ ആൻഡ് ഒമേഗ 0 ഇസ് ദ വോളിയം ഓഫ് ദ 1 മൈക്രോസ്റ്റേറ്റ്, or that is called fundamental volume. Omega 0 is called fundamental volume.
fundamental volume. Okay, omega 0 is called the fundamental volume. ഇനി നമ്മളൊരു സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു എൻസെമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്കറിയാം ഇതെന്ന് പറഞ്ഞാൽ എൻസെമ്പിൾ ആവറേജ് ആണ് ഫോർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എഫ്. അതായത് ദ എൻസെമ്പിൾ ആവറേജ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എഫ്. ഇനി നമ്മളൊരു സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ടാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, അതായത് അല്ലെങ്കിൽ സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു ഫിസിക്കൽ സ്റ്റേറ്റാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, സ്റ്റേഷനറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടൈം. അപ്പോൾ നമുക്ക് ഈ റിലേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ്പെക്റ്റേഷൻ ഓഫ് എഫ് ഇസ് ഈക്വൽ ടു ദ എൻസെമ്പിൾ ആവറേജ് ഓഫ് the time average of ensemble average F എന്ന് നമുക്ക് എഴുതാം. കാരണം സ്റ്റേഷനറി ആയതുകൊണ്ട് തന്നെ ടൈമിന് ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ടൈം കൊണ്ട് നമുക്ക് ഡിഫറൻഷ്യൽ ചെയ്താലും ദർ ഇസ് നോ ചേഞ്ച്. ഓക്കെ, അപ്പോൾ ടൈം ആവറേജ് ഓഫ് എൻസെമ്പിൾ ആവറേജ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എഫ്. ഇനി എൻസെമ്പിൾ ആവറേജ് എന്ന് പറഞ്ഞതും ടൈം ആവറേജ് എന്ന് പറഞ്ഞതും പരസ്പരം ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട്, ടൈം ആവറേജ് എന്ന് പറഞ്ഞതും എൻസെമ്പിൾ ആവറേജ് എന്ന് പറഞ്ഞതും പരസ്പരം ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് തന്നെ ദ എക്സ്പെക്റ്റേഷൻ ഓഫ് എഫ് ക്യാൻ ബി റിട്ടൺ ആസ് ദ ensemble average of the time average of F എന്ന് നമുക്ക് എഴുതാം. അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാം. അതായത് നമ്മൾ ഫംഗ്ഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് കോമ വൈ ആണെങ്കിൽ എക്സും വൈയും പരസ്പരം ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഡോ സ്ക്വയർ എഫ് ഡിവൈഡ് ബൈ ഡോ എക്സ് ഡോ വൈ എന്നുള്ളത് ഡോ സ്ക്വയർ എഫ് ഡിവൈഡ് ബൈ ഡോ വൈ ഡോ എക്സ് എന്ന് നമുക്ക് ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേ ഒരു പ്രൊസീജിയറാണ് നമ്മളിവിടെ ചെയ്യുന്നത്. എൻസെമ്പിൾ ആവറേജും ടൈം ആവറേജും എന്ന് പറയുന്നത് പരസ്പരം ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ദർ വിൽ ബി ചേഞ്ച്. ആ പൊസിഷൻ നമുക്ക് എന്ത് ചെയ്തു, ഒന്ന് റിവേഴ്സ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എഫ് എന്ന് പറയുന്നത് എൻസെമ്പിൾ ആവറേജ് ഓഫ് ദ ടൈം ആവറേജ് ഓഫ് എഫ് എന്ന് നമുക്ക് എഴുതാം. ഇനി നമ്മളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ടൈം ആവറേജ് എന്ന് പറയുന്നത്, ഇവിടെ ടൈം ആവറേജ് ഓഫ് എഫ് എന്നുണ്ട്. ഒരു ഫിസിക്കൽ എഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ഈ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ടൈം ആവറേജ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് ഫോർ എ ലോങ് ടൈം, ഒരു ലോങ് ഇൻ്റർവെൽ ടൈമിന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ there will be same as every member of the ensemble. അതായത് ആ ഒരു ആവറേജ് എടുക്കുന്ന സമയത്ത്, അതായത് ലോങ് ഇൻ്റർവെല്ലിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അത് കുറേ അധികം എല്ലാ മെമ്പേഴ്സിനും, അതായത് ആ എൻസെമ്പിളിലുള്ള എല്ലാ മെമ്പേഴ്സിൻ്റെയും ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ദാറ്റ് ഈസ് ദ ടൈം ആവറേജ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എഫ് ടേക്കൺ ഓവർ എ സഫിഷ്യൻ്റ്ലി ലോങ് ഇൻ്റർവെൽ ടൈം. ലോങ് ഇൻ്റർവെൽ ഓഫ് ടൈം മസ്റ്റ് ബി സെയിം for every member of the ensemble. സോ നമ്മൾ ഓരോ മെൻ്റൽ സിസ്റ്റത്തിൻ്റെ കേസിൽ ഓരോ മെൻ്റൽ കോപ്പിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുക അല്ലെങ്കിൽ ഡീൽ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എൻസെമ്പിൾ ആവറേജ് എന്ന് പറയുന്നത് ദർ വിൽ ബി എ ഇൻ കോൺസിക്വൻഷ്യൽ എന്ന് വെച്ചാൽ എൻസെമ്പിൾ ആവറേജിന് അവിടെ ഒരു ഇമ്പോർട്ടൻസ് ഇല്ല എന്നതാണ് അവിടെ മീൻ ചെയ്യുന്നത്. അതായത് ഒന്നുകൂടി വ്യക്തമായിട്ട് പറയണമെങ്കിൽ നമ്മളൊരു ടൈം ആവറേജ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ഫോർ എ ലോങ് ടൈം ഇൻ്റർവെൽ ഓഫ് ടൈം. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് ആ ഒരു സിസ്റ്റത്തിന് അല്ലെങ്കിൽ ആ ഒരു എൻസെമ്പിളിൻ്റെ എല്ലാ മെമ്പേഴ്സിനെയും ബാധിക്കുന്ന രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു കേസുകൾ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഒരു സിസ്റ്റത്തിലെ മെൻ്റൽ കോപ്പീസിൻ്റെ കേസിനാണ് നമ്മൾ ഈ സിസ്റ്റം ഡീൽ ചെയ്യുന്നത് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ എൻസെമ്പിൾ ആവറേജ് എന്ന് പറയുന്നത്, കാരണം എല്ലാ മെമ്പേഴ്സിനെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഡീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അത് മെഷർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ അവിടെ എൻസെമ്പിൾ ആവറേജ് കാണേണ്ട ആവശ്യം നമുക്കവിടെ കിട്ടുന്നില്ല. അതായത് 10 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ 10ൻ്റെയും കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പിന്നെ ദർ വിൽ ബി ടേക്കൺ ആൻ ആവറേജ് വാല്യൂ. അതിനൊന്നും എന്തില്ല, ഒരു മീനിങ് ലെസ് ആയിട്ടുള്ളൊരു വാല്യൂ ആണ്. അതായത് 10 ക്വാണ്ടിറ്റീസ് ഉണ്ടെന്ന് വിചാരിക്കുക,
10 ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂ ആണെന്ന് വിചാരിക്കുക, അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആവറേജ് കാണുന്നത് പറഞ്ഞാൽ 10ൻ്റെയും കൂടി ആവറേജ് നമ്മൾ കാണണം. അതായത് ഒന്നാമത്തെ വാല്യൂ പ്ലസ് രണ്ടാമത്തെ വാല്യൂ പ്ലസ് ഡിവൈഡ് ബൈ 10. ആ രീതിയിലാണ് നമ്മൾ സാധാരണ ആവറേജ് കാണുന്നത്. പക്ഷെ നമ്മൾ ലോങ് ഇൻ്റർവെൽ ടൈമിലാണ് എടുക്കുന്നതെങ്കിൽ 1 മുതൽ 10 വരെ അതിൻ്റെ ഇടയിൽ വന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് അവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആവറേജ് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അതിനൊരു മീനിങ് ലെസ് ആണ്. കാരണം നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്, എല്ലാ 10ൻ്റെയും കൂടി വാല്യൂ ഉൾപ്പെടുന്ന രീതിയിലാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. സോ നമുക്ക് ഈ രീതിയിൽ എഴുതാം. എക്സ്പെക്റ്റേഷൻ ഓഫ് എഫ് എന്ന് പറയുന്നത് ദ ലോങ് ടൈം ആവറേജ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എഫ് എന്ന് നമുക്ക് എഴുതാം. ഓക്കെ. ഇനി നമ്മൾ വന്നിട്ട് എൻസെമ്പിളിലെ ഏതെങ്കിലും ഒരു മെമ്പർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അതിൻ്റെ ലോങ് ടൈം ആവറേജ് അതിൻ്റെ നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ അതിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ എക്സ്പെക്റ്റ് ചെയ്യുന്ന വാല്യൂ, അതായത് ത്രൂ എക്സ്പെരിമെൻറ്റിലൂടെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. അതായത് നമ്മൾ ലോങ് ടൈം ആവറേജ് എടുക്കുന്ന സമയത്ത് ഒരുവിധം എല്ലാ എൻസെമ്പിളും അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു എൻസെമ്പിളിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ലോങ് ടൈം ആവറേജ് നമ്മൾ കാണുകയാണെങ്കിൽ നമ്മുടെ എൻസെമ്പിൾ ആവറേജിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ വാല്യൂ, അതായത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടിയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആക്ച്വൽ വാല്യൂ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ ദ എൻസെമ്പിൾ ആവറേജ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് ഐഡൻറ്റിക്കൽ വിത്ത് ദ വാല്യൂ വൺ എക്സ്പെക്റ്റ് ടു ഒബ്റ്റെയിൻ മേക്കിംഗ് ആൻ അപ്രോപ്രിയേറ്റ് മെഷർമെൻറ്റ് ഓൺ ദ ഗിവൺ സിസ്റ്റം എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് ഈസ് എൻസെമ്പിൾ ആവറേജ് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു ദ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ദ എനി ഫിസിക്കൽ ക്വാണ്ടിറ്റി ഓഫ് ദ ഗിവൺ സിസ്റ്റം. ഓക്കെ എന്നതാണ് ഇതിൽ നിന്ന് വരുന്നത്. ദിസ് ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല, ബട്ട് ഒരു ലോജിക്ക് വെച്ചിട്ടാണ് നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാണാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. എൻസെമ്പിൾ ആവറേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഐഡൻറ്റിക്കൽ ടു ദ വാല്യൂ ഓഫ് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഫോർ എ ഗിവൺ സിസ്റ്റം എന്നാണ് നമുക്ക് പറയാം. ദാറ്റ് ഈസ് ദ എൻസെമ്പിൾ ആവറേജ് ഓഫ് എനി ഫിസിക്കൽ ക്വാണ്ടിറ്റി എഫ് ഈസ് ഐഡൻറ്റിക്കൽ വിത്ത് ദ വാല്യൂ വൺ എക്സ്പെക്റ്റ് ടു ഒബ്റ്റെയിൻ ആൻഡ് മേക്കിംഗ് അപ്രോപ്രിയേറ്റ് മെഷർമെൻറ്റ് ഓൺ ദ ഗിവൺ സിസ്റ്റം. ഓക്കെ. ഇതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് എക്സാമ്പിൾ നമുക്ക് അതിൽ പഠിക്കാനുണ്ട്. ഒന്നാമത് ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസിൻ്റെ എക്സാമ്പിളാണ്. രണ്ടാമതായിട്ട് നമുക്ക് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസ് നമുക്ക് പറയാനുണ്ട്. ഈ രണ്ട് കേസാണ് നമുക്ക് ഇതിൻ്റെ ഈ മൈക്രോ കാനോണിക്കൽ എൻസെമ്പിളിൻ്റെ കേസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ. അത് നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. താങ്ക് യു.